ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്, ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ടൈം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ അവർക്ക് അവരുടെ ആ ഒരു ആത്മാവിൽ നിന്ന് നിങ്ങളോട് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു റിലേഷൻ വളരെ ഒരു ആഴത്തിൽ അവരുടെ മനസ്സിനുള്ളിൽ ഫീൽ ചെയ്യുന്നു, അനുഭവപ്പെടുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ എല്ലാം ഈ പറഞ്ഞ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളും എല്ലാം അവർക്ക് തിരിച്ച് നിങ്ങളോടുണ്ട്. പക്ഷെ അതെല്ലാം വാക്കുകളിൽ പറയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അതായത് എന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കൂ എന്നൊരു സൈലന്റ് മെസ്സേജ് കൂടി ഇത് ഫസ്റ്റ് കാർഡ് ഹൈ പ്രിസ്റ്റസ് കാർഡിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം അവർക്ക് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളോടുള്ള അവർക്ക് ഒത്തിരി സ്നേഹം ചിലപ്പോൾ നിങ്ങളോടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങളുടെ അടുത്തേക്ക് പറയാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അവരുടെ ആത്മാവിൻ്റെ ഉള്ളിൽ സോളിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം എന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്നൊരു മെസ്സേജും കൂടി നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് 2 ഓഫ് കപ്സിന്റെ കാർഡാണ്. ഇവിടെ ഒരു ആത്മബന്ധം അതാണ് നമുക്ക് കാണുന്നത്. രണ്ടുപേര് തമ്മിലുള്ള അമിതമായ സ്നേഹം, ആഴത്തിലുള്ള സ്നേഹം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോളുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ തന്നെയാണ്. നമ്മൾ ഒരേ തരംഗത്തിൽ, ഒരേ വേവ് ലെങ്തിൽ, ഒരേ വൈബിൽ പോകുന്ന വ്യക്തികൾ എന്നൊരു ഉറപ്പ് ഈ ഒരു പേഴ്സണ് അവരുടെ മനസ്സിലുണ്ട്. അവരെ നിങ്ങൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഇൻഡ്യൂഷൻസ് തന്നെ അവർക്കും തോന്നുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവിന് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് എന്താണ് അവരോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ്, അതേ ഒരു സ്നേഹവും അതേ ഒരു ഡെപ്തും എല്ലാം തന്നെ തിരിച്ചും ആ ഒരു പേഴ്സണും അങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു കാര്യമാണ് സോൾ മെസ്സേജ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരേ വൈബിലുള്ള ആളുകളാണെന്ന് ഈ ഒരു പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു മെസ്സേജ് അവർ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് 4 ഓഫ് സോൾസിന്റെ ഒരു കാർഡാണ്. അവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം വരെ ഒരു ഫീലിങ്സുകളുടെ സമയമാണ്. വളരെയധികം ഫീലിങ്സ് അവരുടെ മനസ്സിനുള്ളിൽ വന്നു പോകുന്നുണ്ട്. പക്ഷെ അവർ അത് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് കുറച്ച് സമയം വേണം എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കുറേ ആളുകൾ ഈ ഒരു റീഡിങ് കാണുന്ന ആളുകൾ ഒരു ലെസ് കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ സെപ്പറേഷനിലോ ഒക്കെ ഉള്ള വ്യക്തികൾ ഉണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് സ്പെഷ്യലായിട്ട് ഈ ഒരു കാർഡ് റെസിനേറ്റ് ആവുന്നത്. കാരണം ആ ഒരു സൈലൻസ് അവരെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് സെപ്പറേഷനിലേക്കൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ അത് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയതല്ല എന്ന് അവരുടെ സോള് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് കുറച്ച് സമയം വേണം, എനിക്കൊരു ഹീലിംഗ് ആവശ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ ഒരു 4 ഓഫ് സോൾസ് വഴി നമുക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരു സോൾ മെസ്സേജസ് ആണ്. അപ്പോൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയി എന്ന രീതിയിൽ വരെ ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോൾ മെസ്സേജ് ആണ് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ ഒരു സമയം നിങ്ങളെ അവർ ഇട്ടിട്ട് പോയതല്ല, അല്ല നിങ്ങളിൽ നിന്ന് അകന്നു പോയതല്ല എന്ന് അവരുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നു. അവർക്ക് ഒരു ഹീലിങ്ങിനുള്ള സമയമാണ്, എനിക്ക് അല്പം സമയം വേണം എന്ന് ഈ വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു സോൾ മെസ്സേജ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വരുന്നത് പേജ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അത് ഇവിടെ ഒരു നിഷ്കളങ്കമായ പ്യുവറായ ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ളത്. ഞാൻ സത്യസന്ധമായാണ് ഈ ഒരു സ്നേഹം നിങ്ങളിലേക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഒരു നിഷ്കളങ്കമായി സത്യസന്ധമായ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും.
അതായത് ഒരു കുട്ടിയുടെ നിഷ്കളങ്കത, ആ ഒരു കുട്ടിയുടെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ സ്നേഹം, ആ ഒരു സ്നേഹം പോലെയാണ് നിങ്ങളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണ്. പേജ് ഓഫ് കപ്സിന്റെ ആ ഒരു എനർജി, സ്നേഹവുമായി നിൽക്കുകയാണ് ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു സ്നേഹം നിങ്ങളുടെ പേഴ്സണ് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അത് വളരെ നിഷ്കളങ്കമാണ്, പ്യുവറാണ്. അവരിൽ നിന്നും ഒന്നും നേടിയെടുക്കാനല്ല, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം ഈ ഒരു വ്യക്തിക്ക് കൊടുത്തത് കൊണ്ട് നമ്മളിപ്പോൾ ആരെങ്കിലും സ്നേഹിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെട്ട് ഇവരുടെ ഒരാളായിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറേ ബെനിഫിറ്റുകളുണ്ട് എന്ന രീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സത്യസന്ധമായ നിഷ്കളങ്കമായ ഒരു ചൈൽഡിഷായ പ്യുവർ ആയിട്ടുള്ള ഒരു സ്നേഹം മാത്രമാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഒരു സോൾ മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് 6 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവരുടെ ഓർമ്മകളിലേക്കാണ് ഇവർ പോകുന്നത്. ഇവരുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സോളിന്റെ ഡീപ്പായിട്ടുള്ള ആ ഓർമ്മകൾ, പഴയകാല ഓർമ്മകളിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കാർമിക് ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ്, ഈ ഒരു ജീവിതത്തിൽ തന്നെയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ചൈൽഡ്ഹുഡിൽ അറിയുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. പിന്നീടായിരിക്കാം നിങ്ങളൊരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് മീനിങ് എടുക്കാൻ പറ്റും. അതല്ലാതെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ പാസ്റ്റിൽ കണക്ഷനുള്ള വ്യക്തികളാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇത് 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ഇപ്പം ഈ ഒരു കാര്യങ്ങൾ 2 കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഈ ഒരു കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു ഡെപ്ത്, സോളുകൾ തമ്മിലുള്ള കണക്ഷൻ, ഇത് പഴയകാല ഓർമ്മകൾ, ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പൊ മുൻപ് നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു കാര്യം പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു പേഴ്സൺ എൻ്റെ ഒരു സോൾമേറ്റ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഞാനും ഈ വ്യക്തിയും തമ്മിൽ മുന്നെപ്പോഴോ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ പലരെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണും മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ആ ഒരു കാര്യവും നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഹെർമിറ്റ് കാർഡാണ്. അവരുടെ ആ ഒരു സോള് ഇങ്ങനെ നിങ്ങളിലേക്ക് ലയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരെ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കുറച്ചൊരു സ്പിരിച്വൽ പരമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു കാർഡിലൂടെ കാണുന്നത്. അവരെ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ സോളിലേക്ക്, അവരുടെ ആത്മാവിലേക്ക്, അവരുടെ മനസ്സിലേക്ക് അവർ നോക്കുന്ന സമയത്ത് അവിടെ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെ തന്നെയാണ് എന്നുള്ളൊരു കാര്യം. അതായത് അവരെന്ന് പറഞ്ഞാൽ നിങ്ങളാണെന്നും നിങ്ങളെന്ന് പറഞ്ഞാൽ അവരാണെന്നും ആ ഒരു രീതിയിലാണ് അവർക്ക് ഇവിടെ ഈ ഒരു ഹെർമിറ്റ് കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു രീതിയിലുള്ള ഫീലിങ്സും ചിന്തകളും ഒക്കെ അത് ഒരു സോൾ മെസ്സേജ് തന്നെയാണ്. അവരുടെ സോളിൽ നിന്ന് വരുന്ന വളരെ ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഏറ്റവും മാക്സിമം ഒരു ലെവലിൽ എത്തുന്ന സമയത്താണ് ആ ഒരു രീതിയിലേക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലുള്ള സോൾ മെസ്സേജസ് എനിക്ക് നിന്നെ തന്നെ കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഹെർമിറ്റ് കാർഡിലൂടെ നമുക്ക് കുറച്ച് സ്പിരിച്വൽ പരമായ ഒരു രീതിയിലേക്ക് ചിന്തിക്കുകയാണ് ഒരു പേഴ്സൺ. ആ ഒരു സോൾ മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. നിങ്ങളെ അവര് ഇമോഷണലി വളരെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് അവർ കാണുന്നത്. കാരണം നിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു സമാധാനമാണ്. ഇതാണ് നമുക്ക് ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് കുറച്ചും കൂടെ ഇവാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ കൂടിയും ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന സമയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്കെ അവർക്ക് അവരുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനവും അവർക്കൊന്ന് കാമാകാനും ഒരു ഹാപ്പി ആകാനും ഒക്കെ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇമോഷണൽ സുരക്ഷിതത്വം അത് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഇമോഷൻസ്, നമുക്കിപ്പോൾ മനുഷ്യനാകുമ്പോൾ എപ്പോഴും ഒരേ ഒരു ഇമോഷൻസിൽ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. പല പല പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. അപ്പോൾ ചിലപ്പോൾ അത് പല കാര്യങ്ങളും എതിർത്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും അല്ലാതായി പോയി എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇനി മുന്നോട്ടേക്കൊരു ജീവിതം ഇല്ല എന്ന രീതിയിൽ നിൽക്കുന്നതായിരിക്കാം.
എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് ആ ഇമോഷണലി അവർ തകർന്നു പോയി എന്ന് ചിന്തിക്കുന്ന ആ സ്പോട്ടിൽ അവർക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് നിങ്ങളുടെ മുഖമാണ്. ആ ഒരു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സന്തോഷകരമായ സമയങ്ങളൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ അവരുടെ ആ മൂഡ് മൊത്തത്തിൽ അങ്ങ് മാറുകയാണ്. അപ്പോൾ അവർക്കൊരു സമാധാനം വരികയാണ്. ഓക്കെ, വളരെ നമുക്ക് ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്ത് നമ്മൾ വേറൊരു മൂഡിലേക്ക് വരും. അവർക്കൊരു സ്ട്രെങ്ത് വരും. മനസ്സിന് സമാധാനം വരുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രെങ്ത് വരും. നമ്മളൊന്ന് കാമാകും. എന്നിട്ട് നമ്മുടെ ആ പ്രശ്നം എന്താണ് എന്നുള്ളത് അത് സോൾവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അതുവരെ അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന അവരുടെ ആ ഒരു മൂഡ്, ഇനി ഒന്നുമില്ല, ഇനി എൻ്റെ ലൈഫിലേക്ക് ഇനി ഒന്നുമില്ല, എനിക്കിതൊന്നും ഫേസ് ചെയ്യാൻ വയ്യ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം, കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായിട്ടുണ്ടാകാം, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇനി ഈ റിലേഷൻ മുന്നോട്ട് പോകില്ല എന്നൊരവസ്ഥയിൽ, ഇനി ഒരിക്കലും നിങ്ങൾ ഒന്നിക്കില്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾ വരെ ഉണ്ടാകാം. എങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തി നമ്മൾ പുറമേ കാണുന്ന ഒരു കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. സോളിൽ, അവരുടെ ആത്മാവിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അതിനിപ്പോൾ നമുക്കിപ്പം നിങ്ങൾ പോലും അറിയണമെന്നില്ല. അവർക്കൊരു സമാധാനം കിട്ടാനായിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളിത് പറയുമ്പോൾ എന്നെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കാറില്ല. കാരണം അവർ പുറത്തു കൊടുക്കുന്ന ഔട്ട്ഫിറ്റ് അങ്ങനെയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ അവർ മിണ്ടണം എന്ന് തന്നെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെ നോക്കണം എന്ന് പോലും ഇല്ല. പക്ഷേ പലപ്പോഴും ഇതാണ് ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആരും അറിയാത്ത ഇവരുടെ ലൈഫിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇമോഷണലി നിങ്ങളെ ഒരു സേഫ് പ്ലേസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു, ഒരു സമാധാനം നൽകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്നുള്ളതാണ് ഒരു സോൾ മെസ്സേജ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 8 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാർഡിന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അവർ ഉടനെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വരും, അല്ലെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ സെപ്പറേഷൻ ഉള്ളവരും നോ കോണ്ടാക്റ്റിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് 8 ഓഫ് വാൻഡ്സ്. ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ഒരു ഫയർ എനർജി ആയിട്ട് അവർ വരും, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും എന്നുള്ളത് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും. എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു എനർജി തന്നെയാണ്. ആ ഒരു കാര്യം സോൾ മെസ്സേജ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് 10 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വന്ന് അവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകും. പിന്നെ അതൊരു ലോങ് ടൈം സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് അവർ വിചാരിക്കുന്നു. അതായത് നിങ്ങൾക്കൊപ്പം ഒരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കണം എന്നാണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം ഒരു ഫ്യൂച്ചർ അവർ മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം സന്തോഷകരമായിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് മാറി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതാണ് ഒരു സോൾ മെസ്സേജ് വരുന്നത്. പിന്നെ 3 ഓഫ് പെന്റക്കിൾസ് വരുന്നുണ്ട്. ഇവിടെ ഇവർ ചിന്തിക്കുന്നത് ഈ ഒരു സോൾ മെസ്സേജസ്, അപ്പം ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇവരുടെ ഒരു നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ കമ്മ്യൂണിക്കേഷനിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് അവർ പറയും. അതാണ് നമുക്ക് ഈ 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു ടീം വർക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സാധിക്കില്ല. അതുകൊണ്ട് നമ്മളൊരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോകണം എന്ന് നിങ്ങളോട് പറയും ഈ ഒരു പേഴ്സൺ. അതാണ് നമുക്ക് ഈ 3 ഓഫ് പെന്റക്കിൾസ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെന്റ്സിലേക്ക് കൊണ്ടുവന്ന് ഇതൊരു സ്റ്റെബിലിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയും ഫ്യൂച്ചറിൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം പതിയെ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പറയാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഒരു സോൾ മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുമുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു പുതിയ തുടക്കം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു പുതിയ ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം. എൻ്റെ ഹൃദയം ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഏസ് ഓഫ് കപ്സ് വഴിയിട്ട് ഈ ഒരു പേഴ്സൺ തരുന്ന സോൾ മെസ്സേജ്. നിങ്ങളുടെ മുന്നിലേക്ക് അവർ മുഴുവനായിട്ടും, ഇനി ഒന്നും അവർക്ക് മറച്ചു വെക്കാനില്ല, അവരുടെ ഹൃദയം മുഴുവനായിട്ടും നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കാനായിട്ട് ഒരു പേഴ്സൺ വളരെയധികം തയ്യാറാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു സോൾ മെസ്സേജ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് ദ എംപ്രസ് കാർഡാണ്. ഇവിടെ ഒരു ഗ്രോത്തിങ് സ്റ്റേജ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു ന്യൂ സ്റ്റാർട്ടിലേക്ക് വന്ന് പുതിയൊരു റിലേഷൻഷിപ്പായി വളർന്നു വരികയും ഒരു സ്നേഹവും കരുതലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ ഗ്രോത്തിലേക്ക് പോകാനുള്ള ഒരു
ആ ഒരു രീതിയിലുള്ള ചിന്തകളും ഫീലിങ്സും ഒക്കെയാണ്. അങ്ങനെ വളർന്ന് മുന്നോട്ട് വരണം, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പ്രോഗ്രസ് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള സോൾ മെസ്സേജ് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബന്ധം ഇനിയും മുന്നോട്ട് വളരട്ടെ, വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി അത് മുന്നോട്ട് വളരട്ടെ എന്ന് ഇവർ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ എൻ്റെ ഹൃദയം നിന്റെ മുന്നിൽ മുഴുവനായിട്ട് തുറന്നു തരികയാണ്. അതുവഴി നമ്മുടെ ബന്ധം മുന്നോട്ട് വളരട്ടെ എന്നാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു സോൾ മെസ്സേജസ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. അത് വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാർഡുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ അവരുടെ ആത്മാവിൽ നിന്ന് വരുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നോട് ആഴത്തിൽ വളരെയധികം സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ ഫീലിങ്സിലാണ്, എനിക്ക് വളരെയധികം ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഞാനൊരു സൈലന്റ് എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊന്ന് മാറി നിൽക്കുന്നത് എനിക്കൊരു ഹീലിങ്ങിന് ആവശ്യമായ ഒരു സമയമാണ് ഇത്. പക്ഷേ ഞാൻ സത്യസന്ധമായ ഒരു ഫീലിങ്സോടുകൂടി ജെനുവിനായ അല്ലെങ്കിൽ പ്യുവറായ നിഷ്കളങ്കമായ ഒരു സ്നേഹത്തോടെ വികാരത്തോടെ നിങ്ങളുടെ മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സ്റ്റെബിലിറ്റി, ഗ്രോത്ത്, വളർച്ചയൊക്കെ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ നിന്നോടൊപ്പം തന്നെ ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാതിരിക്കണം. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഈ കാർഡുകൾ, സെയിം കാർഡുകൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് തന്നെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. ആ ഒരു ചിന്തകളൊക്കെ കുറച്ചൊന്ന് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കരുത് എന്നല്ല, നിങ്ങൾക്ക് ചിന്തിക്കാം, പക്ഷെ അതിൽ മുഴുകിപ്പോകരുത് എന്നുള്ളതാണ്. ഒരു ശാന്തമായ മനസ്സാണ് എപ്പോഴും ഈ ഒരു ബന്ധത്തിന് നല്ലത്. വളരെ ഓവർ തിങ്കിങ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു കാര്യങ്ങളും ആ ഒരു ഇമോഷൻസിനെ കുറിച്ച് ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ ഇമോഷൻസ് എപ്പോഴും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒരു നല്ല രീതിയിൽ സുരക്ഷിതമായി സമ്മർദ്ദമില്ലാത്ത രീതിയിൽ സംസാരിക്കുക, മനസ്സിലുള്ളത് കുറ്റപ്പെടുത്താതെ തന്നെ പറയാനായിട്ട് പഠിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്വന്തം ജീവിതത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ ഗോൾസ്, ഇവയിലൊക്കെ ശ്രദ്ധ ചെലുത്തുക. ഇത് നിങ്ങളുടെ എനർജീസിൽ കൂടുതൽ ആകർഷകമാക്കി കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ചില ആളുകൾ, എനിക്ക് അങ്ങനെ പറ്റണ്ടേ, ഞാൻ എപ്പോഴും ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കിത് മാറ്റാനായിട്ട് പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ കുറച്ച് സമയം നിങ്ങളുടേതായ കാര്യത്തിന്, പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾക്ക്, പിന്നെ ബാക്കി വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഒരു കുറച്ചൊരു സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം, ഇപ്പൊ ഒരു പേഴ്സണെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് സമയം വെക്കുക. അപ്പോൾ അല്ലാത്ത സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഈ സമയത്തല്ല ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, ഞാൻ ഇത്ര ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്ത് ചിന്തിക്കാം, ഇപ്പൊ ചിന്തിക്കണ്ട എന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു സംഭവം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഒരു ഗൈഡൻസ്, പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. പേഷ്യൻസ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പേഴ്സണോട് നമുക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ, ഇപ്പം സംസാരിക്കേണ്ട, ഞാനൊരു ഇന്ന സമയം വെച്ചിട്ടുണ്ട്, ആ ഒരു സമയത്ത് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിപ്പോൾ വേണ്ട, അങ്ങനെ തീരുമാനിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ന്യൂട്രലായിട്ട് ചെയ്യാനുള്ള ഒരു ടൈമിങ് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈമിങ്ങിൽ കാര്യങ്ങൾ നടക്കാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സോൾ മെസ്സേജസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് അവരോട് വളരെയധികം ഒരു സ്നേഹം തോന്നുകയും ആ ഒരു ആത്മബന്ധത്തിൽ വേഗത്തിൽ അങ്ങോട്ട് തള്ളിക്കയറി പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സിൽ നിന്ന് ഗൈഡൻസ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻസ് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും നേരത്തെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ഇൻറ്റ്യൂഷൻസ് വരും നമുക്ക്. അപ്പൊ ആ ഒരു ഇൻറ്റ്യൂഷൻസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാതിരിക്കുക, അതിനെ ഒരിക്കലും അവഗണിക്കരുത്. ആ ഒരു ഇൻറ്റ്യൂഷൻസിന്റെ തോന്നലുകളുടെ അനുസരിച്ച്, എപ്പോഴും നമുക്കിപ്പോൾ ഒരു തോന്നൽ ഒരു പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എടുക്കണമെന്നില്ല.
സെയിം തോന്നൽ തന്നെ നമുക്ക് 2, 3, 4 പ്രാവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓക്കെ, അത് നമുക്ക് ഫോളോ ചെയ്ത് പോകാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഓവർ തിങ്കിങ്, അവരെന്ത് വിചാരിക്കും എന്നൊരു ചിന്ത വീണ്ടും വീണ്ടും ഇങ്ങനെ ആ ഒരു രീതിയിൽ ഓവർ തിങ്ക് ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ച് അങ്ങനെ പോകാതിരിക്കുക. അത് എപ്പോഴും നിങ്ങളുടെ ഒരു എനർജി ലോസായി പോകാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഓവർ തിങ്കിങ് ഒഴിവാക്കുക. പിന്നെ ഫോഴ്സ് ചെയ്യിപ്പിക്കൽ, ഈ ഒരു പേഴ്സണോട് നമ്മൾ അല്ലെങ്കിൽ ആളുകളോട് നമ്മൾ റിപ്ലൈ തരാനും അല്ലെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് തരാനും നമുക്കൊരു കാര്യത്തിന് ക്ലാരിറ്റി തരാനും ഒന്നും ഫോഴ്സ് ചെയ്ത് ചോദിച്ച് അത് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഒന്നും ബലമായിട്ട് നേടാനായിട്ട് ശ്രമിക്കരുത്. അവരായിട്ട് തരുമ്പോൾ തരട്ടെ എന്ന രീതിയിൽ കാമായിട്ട് പേഷ്യൻസ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. സ്വന്തം അവർക്കായി നിങ്ങളെ തന്നെ മാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ തരം താഴ്ച കാണിക്കുകയോ കുറ്റപ്പെടുത്തുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. സ്വയം നിങ്ങളെ മറച്ചു കളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു പേഴ്സണും ആ ഒരു റിലേഷൻഷിപ്പിനും വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ഇല്ലാതാക്കാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഗൈഡൻസ് മെസ്സേജ് ഒക്കെ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തിയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പേഴ്സൺ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരിക്കാം. അതായിരിക്കും നമുക്ക് ഈ ഒരു തരത്തിലുള്ള ഗൈഡൻസ് മെസ്സേജുകൾ കിട്ടുന്നത്. പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചില തോന്നലുകളൊക്കെ നമുക്കുണ്ടാകും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ, അതങ്ങനെയായിരിക്കും അതിങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ നെഗറ്റീവായ രീതിയിൽ ചിന്തിക്കുക. ആ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെഗറ്റീവ് തിങ്കിങ്ങുകളെല്ലാം മാറ്റിയിട്ട് ഒരു തെളിവ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു തെളിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും 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 ഇങ്ങനെ ഉണ്ടാക്കി ചിന്തിച്ചുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെ നിങ്ങൾ സങ്കല്പിച്ച് ചിന്തിക്കരുത് എന്നുള്ളതാണ്. പിന്നെ ഇമോഷൻസിൽ നമ്മളിപ്പോൾ ഒരു കോൺവെർസേഷനോ എന്ത് കമ്മ്യൂണിക്കേഷനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ് വരുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒരു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറയരുത്, ഒരു വേദനയിൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ വളരെ ദേഷ്യത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ശരിയല്ലാത്ത സമയത്ത് നമ്മൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ പോസ് ചെയ്യുക, നമ്മളിവിടെ നിൽക്കുക, അതിനുശേഷം നമ്മളൊന്ന് കാമായതിനു ശേഷം മാത്രം നമ്മൾ പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഗൈഡൻസ്. അപ്പോൾ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ശാന്തമായിട്ടിരിക്കുക, നിങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് ശ്രമിക്കരുത്, നിങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുക. ബന്ധം ഒരു സ്വാഭാവികമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്ത് വരാനായിട്ട് അനുവദിക്കുക. ഇതാണ് നമുക്ക് ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് കോമൺ ആയിട്ട് ഓവറോൾ ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ക്ലൂ കിട്ടുന്നത് 1984 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ് എന്നുള്ള ആളുകളായിരിക്കും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. 1995 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 52 കിട്ടുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരം ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഈ ഒരു തിരുവനന്തപുരം ജില്ലയ്ക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാമെന്ന് വിചാരിക്കുന്നു. ബ്യൂട്ടിഫുൾ ഐസ്, മനോഹരമായ കണ്ണുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതും ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ണൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എം. അതുപോലെ തന്നെ റെയിൻബോ സൈൻസ്, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ റെയിൻബോ സൈൻസ് ഒക്കെ ഇത്തിരി കാണുന്ന ഒരു സമയമായിരിക്കാം. ഐസ്ക്രീം ലവർ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 48 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 33 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1981 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. നമ്പർ 34 കിട്ടുന്നുണ്ട്. നമ്പർ 32, നമ്പർ 47. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1989 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1985 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 3 കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ ജെ. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു.
യോഗ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 36 നമുക്ക് കിട്ടുന്നുണ്ട്. ഗെയിമിംഗ്, ഓക്കെ. 2000 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. പെയിന്റിങ്, ബ്ലൂ കളർ വീണ്ടും കിട്ടുന്നുണ്ട്, ബ്ലൂ കളർ. അതുപോലെ തന്നെ ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. നമ്പർ 45 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ ഐ, ജൂലൈ മന്ത് ഇവിടെ കിട്ടുന്നു. അതുപോലെ പാലക്കാട് ജില്ല, ഓക്കെ. നമ്പർ 44, 1983. നമ്പർ 12, ലെറ്റർ കെ, യെല്ലോ കളർ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമ്പർ 25. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.